ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് വന്ദന. അപ്പോൾ CSEP ഡേറ്റ എൻട്രി ഓപ്പറേറ്റ് എക്സാമിനകത്ത് സിലബസിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ എൻകോഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയറിലൊക്കെ എക്സാമിനകത്ത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എൻകോഡിംഗ് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. അതേപോലെ തന്നെ ഏതൊക്കെയാണ് അതിൻ്റെ ടൈപ്പ് എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ എൻകോഡിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ബൈനറീസ് ആണ് അല്ലേ. സീറോസ് ആൻഡ് വൺസ് മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്താലും ആ ഇൻസ്ട്രക്ഷനെ എല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡേറ്റ കൊടുത്താലും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താലും അതിനെ എല്ലാം എങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്? ബൈനറി ആയിട്ടുള്ള സീറോസ് ആൻഡ് വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്? എൻകോഡിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡേറ്റ അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ക്യാരക്ടർ ആവാം, ഇമേജസ് ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പലുകളാവാം. അങ്ങനെ എന്ത് ഡേറ്റ കൊടുത്താലും ആ ഡേറ്റയെ എന്ത് ചെയ്യിക്കാനാണ്? കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ എങ്ങോട്ടേക്കാണ് എൻകോഡ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ കമ്പ്യൂട്ടറിന് റീഡബിൾ ആയിട്ടുള്ള ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റണം അല്ലേ. അതായത് ബൈനറി ഫോർമാറ്റിലേക്കാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കമ്പ്യൂട്ടറിലും വരുമ്പോഴത്തേക്കും എന്താണ് ഈ പറയുന്നത് പോലെ ഒരു കാരണവശാലും ടെക്സ്റ്റിന് കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് വ്യത്യാസം വരാൻ പാടില്ല. സോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ സിസ്റ്റത്തിലും അല്ലെങ്കിൽ എവിടെ ചെന്നാലും എന്താവണം, നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പ്രോസസ്സ് നടത്തുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത്. സോ അപ്പം ഇങ്ങനെ പഠിച്ചു വെക്കുക, കൺവേർട്ടിംഗ് ദ ഡേറ്റ ടു ബൈനറി ഫോർമാറ്റ്. എങ്ങനത്തെ ബൈനറിയാണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ബൈനറി ഫോർമാറ്റിലേക്കാണ് നമ്മളതിനെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് വളരെ ഈസി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏത് തരത്തിലുള്ള ഡേറ്റയെയും ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്യാനും നമ്മളിലേക്ക് തിരിച്ച് റിസൾട്ടുകളായിട്ട് ജനറേറ്റ് ചെയ്ത് തരാനായിട്ടും കമ്പ്യൂട്ടറിന് സാധിക്കും. സോ അപ്പോൾ അതാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നേരെ വൈസ് വേഴ്സയായിട്ട് വരുന്ന വേറൊരു ടേമാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ ഇൻപുട്ട് ഡേറ്റ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡേറ്റ കൊടുത്തോ ആ ഡേറ്റയെ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എൻകോഡിംഗ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ എന്ത് തന്നെയായിരിക്കും? ബൈനറി ഫോർമാറ്റിലായിരിക്കും, സീറോസ് ആൻഡ് വൺസ് ആയിട്ടായിരിക്കും. ആ ഡേറ്റ നമുക്ക് അതേമാതിരി തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സ്, അതായത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. സോ അപ്പം ഡീകോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എൻകോഡിങ്ങിൻ്റെ നേരെ തിരിഞ്ഞ് അല്ലേ, അതിൻ്റെ നേരെയാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഡീകോഡിംഗ് വരുന്നത്. ബൈനറി ഡേറ്റയെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇമേജുകളായിട്ടോ ഓഡിയോ ആയിട്ടോ അങ്ങനെ ഏത് രീതിയിലുള്ള ഔട്ട്പുട്ടായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രോസസ്സാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ രണ്ട് ടേം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എൻകോഡിംഗ് എന്താണെന്നും ഡീകോഡിംഗ് എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എവിടെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീകോഡിങ്ങും എൻകോഡിങ്ങും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെയിം ഡേറ്റ എവിടെ നിന്ന് കൊടുത്താലും അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ എല്ലായിടത്തും നമുക്ക് ഇതിനെ ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഏത് പർപ്പസ്? എൻകോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഡിഫറെൻറ്റ് സിസ്റ്റം മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ സെയിം ഡേറ്റ. ഒരേ ഡേറ്റയെ ഏത് സിസ്റ്റത്തിൽ ഇട്ടാലും നമുക്ക് എന്താവണം? ഒരേ ഫോർമാറ്റിൽ തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി തന്നെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻകോഡിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? എനേബിൾസ് ഡേറ്റ പോർട്ടബിലിറ്റി അല്ലെ. നമുക്ക് ഒരിടത്തു നിന്ന് ഡേറ്റ, ഒരു സിസ്റ്റത്തിലുള്ള ഡേറ്റ മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോഴും ഈ ഡേറ്റ വ്യത്യാസം, ഞാനിപ്പം ഒരു സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഒരു രീതിയിലാണ്. സോ ഇതേ ഡേറ്റ ഞാൻ എന്ത് ചെയ്യുന്നു? വേറൊരു സിസ്റ്റത്തിൽ ഇടുമ്പം ആ സിസ്റ്റത്തിൽ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഈ ഡേറ്റ രണ്ടും സിമിലർ ആയി മാറില്ല, രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് പോകും. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തിലും ഒരേ രീതിയിൽ എന്താവണം? നമ്മളുടെ ഡേറ്റ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അവോയ്ഡ് ഗാർബിൾ ടെക്സ്റ്റ്, സപ്പോർട്ട് മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഇതേപോലെയുള്ള
ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. ഈ ലാംഗ്വേജുകളിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അതിനെയൊക്കെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റണം? നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പലതരത്തിലുള്ള എൻകോഡിംഗ് ടെക്നിക്കുകളുണ്ട്. അതൊക്കെ ഇപ്പം വളരെ പോപ്പുലറായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ മൾട്ടിപ്പിൾ ലാംഗ്വേജസിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എൻകോഡിംഗ് സിസ്റ്റംസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എൻകോഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ടൈപ്സ് കൂടി പഠിക്കാം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആസ്കി എന്ന് പറയുന്നത്. ഇത് എക്സാമിനകത്ത് ചോദിച്ച് കാണാറുള്ളതാണ്, ഫുൾ ഫോമും ചോദിക്കാറുള്ളതാണ്. ആസ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഓക്കെ, അതായത് ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ്. നമുക്ക് ഡേറ്റ ട്രാൻസ്ലേഷൻ ആണ് നമുക്ക് അവിടെ നടത്തേണ്ടത്. സോ അപ്പോൾ അവിടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ് ആസ്കി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഓർത്ത് വെക്കേണ്ടതാണ്, ഇവിടെ 7 ബിറ്റ്സ് ആണ് നമ്മൾ ഡേറ്റ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് ഡേറ്റയ്ക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ 7 ബിറ്റുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 7 ബിറ്റുകളല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് 2�7 ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഈ പറയുന്ന എൻകോഡിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ക്യാരക്ടേഴ്സിനെ നമുക്ക് 128 ക്യാരക്ടർ മിക്സിങ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 2�7 ആണ് നമുക്കിവിടെ ടോട്ടൽ കോമ്പിനേഷൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് 128 ക്യാരക്ടേഴ്സ് നമുക്ക് എവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ആസ്കിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. നോക്കിയാൽ ആൽഫബറ്റ്സ് ഉണ്ട്, ഡിജിറ്റുകൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ സിമ്പലുകൾ, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കൺട്രോൾ ക്യാരക്ടേഴ്സ് അല്ലേ. നമുക്കതെല്ലാം നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ആസ്കിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടും ആസ്കിക്കകത്ത് സാധിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഒന്നെന്ന് പറയുന്നത് 128 ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും അവിടെ 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നടത്തുന്നത് എന്നുള്ളതുമാണ് നിങ്ങളിവിടെ ഓർത്ത് വെച്ചേക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സ്റ്റെൻഡഡ് ആസ്കി. ഏതാണ്? എക്സ്റ്റെൻഡഡ് ആസ്കി ആണ് വരുന്നത്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു 2�7 അല്ലെങ്കിൽ 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇവിടുത്തെ പ്രത്യേകത നമ്മളിവിടെ 8 ബിറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ 8 ബിറ്റുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ 256 ക്യാരക്ടർ കോമ്പിനേഷൻസ് ഉണ്ടാവും. ഓക്കെ, 256 ക്യാരക്ടേഴ്സിനെ എൻകോഡ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ എക്സ്റ്റെൻഡഡ് ആസ്കിക്കകത്ത് സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലെ മുമ്പ് പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ആക്സെൻറ്റഡ് ലെറ്റേഴ്സ്, കറൻസി സിമ്പലുകൾ, അതുപോലെ തന്നെ ഗ്രാഫിക്സ് ക്യാരക്ടേഴ്സ്, ഇതും എന്തായിട്ടുണ്ട്? ഈ എക്സ്റ്റെൻഡഡ് ആസ്കിയിലേക്ക് വരുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞപ്പോൾ എന്താണ് അതിനകത്ത്? ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഫീച്ചേഴ്സിനെയും കൂടെ എവിടെ ആഡ് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡഡ് ആസ്കിക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകതയുള്ള മാറ്റം വന്നപ്പോൾ എന്തൊക്കെയാണ്? 8 ബിറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ 256 ക്യാരക്ടേഴ്സ് ആണ് അവിടെ നമുക്ക് കോമ്പിനേഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ എഴുതുക? 2�8 വെച്ചിട്ടാണത് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് EBCDIC ആണ്. എന്താണ്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡാണ് EBCDIC എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. EBCDICയുടെ അബ്രീവിയേഷൻ എന്താണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ പഠിച്ചു വെച്ചേക്കുക. EBCDIC ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ EBCDIC എന്ന് പറയുന്നത് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്, അതായത് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് IBM ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ IBM മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിലായിരുന്നു ഈ പറയുന്ന ഒരു എൻകോഡിംഗ് സിസ്റ്റത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1960s ആ ഒരു ടൈമിൽ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിലായിരുന്നു നമ്മുടെ ഈ ഒരു എൻകോഡിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയും എന്ത് തന്നെയാണ്? 8 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. 256 ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റീഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകതയാണ് നോൺ സീക്വൻഷ്യൽ ക്യാരക്ടർ കോഡ്സ്. അതായത് നമുക്ക് നമുക്കിപ്പം എല്ലാ തരത്തിലുള്ള ഡേറ്റാസിനും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു EBCDICയിൽ കൊടുക്കാൻ പറ്റും. പക്ഷേ
കമ്പയർഡ് ടു ആസ്കി കോഡ് ഇവിടെ അത്രയും എന്താ പറ്റില്ല, നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇവിടെ നമുക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്കിപ്പം എക്സ്റ്റെൻഡഡ് എന്താണ് ആസ്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഗ്രാഫിക്സും ഒക്കെ നമുക്ക് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഏർലി ടൈമിൽ വരുന്ന ടൈപ്പ് ഓഫ് എൻകോഡിങ് സിസ്റ്റംസ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഇനി ലാസ്റ്റാണ് യുണീക്ക് കോഡ് എന്ന് പറയുന്നത്. യുണീക്ക് കോഡാണ് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട്, ഇതിന് ഒരുപാട് വേർഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ടൈപ്പിൽ നമുക്ക് യുണീക്ക് കോഡ്സ് പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്താണെന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. യുണീക്ക് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ക്യാരക്ടർ കോഡിംഗ് ആണ് യുണീക്ക് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള മിക്കവാറും എല്ലാ ലാംഗ്വേജുകളെയും ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ സിമ്പലുകളെയും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എൻകോഡിംഗ് സിസ്റ്റമാണ് യുണീക്ക് കോഡ് എന്ന് പറയുന്നത്. ഈ യുണീക്ക് കോഡാണ് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാറുള്ളത്. സോ അപ്പം യുണീക്ക് കോഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എൻകോഡിംഗ് സിസ്റ്റമായിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. എല്ലാ ലാംഗ്വേജിലുമുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും എൻകോഡ് ചെയ്യാനായിട്ട് ഈ യുണീക്ക് കോഡിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് UTF എന്ന് പറയുന്നത്. UTF എന്ന് പറയുമ്പം നമുക്ക് എന്താണ് ഇതൊരു ടൈപ്പ് ഓഫ് യുണീക്ക് കോഡാണ് കേട്ടോ. ഇതിനകത്ത് UTF-8, UTF-16 അങ്ങനെ പറഞ്ഞ് പല തരത്തിലുള്ള UTFs വരുന്നുണ്ട്. അപ്പം UTF എന്ന് പറയുന്നത് എന്തായിട്ട് പഠിക്കുക, ഒരു യുണീക്ക് കോഡ് എൻകോഡിങ് സ്കീമാണ്. ഇവിടെ നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, മലയാളം ആയിക്കോട്ടെ, മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റ് പാസ് ചെയ്യുമ്പം ആ കൊടുക്കുന്ന ടെക്സ്റ്റിനെ എന്ത് ചെയ്യുന്നു, ഒരു യുണീക്ക് കോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ആ യുണീക്ക് കോഡിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ബൈനറിയിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളീ പറഞ്ഞ UTF എന്ന് പറയുന്ന ടെക്നിക്ക്. UTF ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഒരു എൻകോഡിങ്, യുണീക്ക് കോഡിങ് യൂസ് ചെയ്യുന്ന ഒരു എൻകോഡിങ് സിസ്റ്റമായിട്ട് നിങ്ങൾ പഠിച്ചു വച്ചേക്കുക. വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് യുണീക്ക് കോഡിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്താണ് UTF-8, 16 ഒക്കെ വരുന്നത് ആ ഒരു കാറ്റഗറിയിൽ ആണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ എൻകോഡിങ് സിസ്റ്റം എന്ന് പറയുന്നത്. 1-2 എക്സാമുകളിലായിട്ട് ഇതിൻ്റെ അബ്രീവിയേഷൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, ഇവിടെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ എക്സാം വരുമ്പോഴത്തേക്കും പല ഏരിയാസ് ഇതുവരെ ടച്ച് ചെയ്യാത്ത ടോപ്പിക്കിൽ നിന്നും വരെ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എല്ലാ സിലബസിൽ പറയുന്ന എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ പുതിയ ബാച്ച് CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന മെയിൽ നടക്കാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ പാറ്റേൺ വരുമ്പോഴത്തേക്കും നമുക്ക് 40 മാർക്കിനാണ് ജനറൽ നോളജ് വരുന്നത്, ബാക്കി 60 മാർക്കും കമ്പ്യൂട്ടറിൽ നിന്നാണ് അല്ലേ. അതിനകത്ത് തന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസും വരുന്നുണ്ട്, വേർഡ് പ്രോസസ്സിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓരോന്നിനകത്തു നിന്നും 12 മാർക്ക് വെച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്പ്യൂട്ടർ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ 60 മാർക്ക് നമുക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇനി 40 മാർക്കിനുള്ള GK പോർഷൻസും കൂടെ നമുക്ക് എന്താവണം, വൃത്തിയായിട്ട് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയ ഒരു പുതിയ ബാച്ച് നമുക്ക് CCയിൽ സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമുക്കതിനകത്ത് നമുക്കൊരു അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും, ഡെയിലി വർക്കൗട്ടുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എക്സാമുകൾ, പിന്നെ നിങ്ങളുടെ റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എത്രയും വേഗം ഇവിടെ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതേപോലെ തന്നെ ഞങ്ങളുടെ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. താങ്ക്